കർത്താവിൽ വിശ്വാസികളായി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ധ്യാനത്തിൽ നാം ദിവസവും മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന, ദാനിയേലിൻ്റെ അനുതാപ പ്രാർത്ഥന, അത് തലമുറകളിലേക്ക് ഒഴുകിയ അനുഗ്രഹം എന്ന വിഷയത്തെ ആധാരമാക്കി നാം ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി. ആ തിരുവചന സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് ദൈവാത്മാവ് നിങ്ങളിൽ ഇടപെട്ട് അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും സന്താന പരമ്പരകളിന്മേലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും നിങ്ങളോട് ഈ അവസരത്തിൽ അതിനായി നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, നാളെ നാം ആനീധേ ഞായർ എന്ന ഒരു വിശുദ്ധ ദിവസത്തിലേക്കാണ് സഭ നമ്മെ എത്തിക്കുന്നത്. ക്രൈസ്തവ പാരമ്പര്യ സുറിയാനി സഭയുടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിശുദ്ധമായ ദിനമാണ് ആനീധേ ഞായർ എന്ന് പറയുന്ന നാളത്തെ ഞായർ ദിവസം. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ വിശ്വാസികളായ എല്ലാ ആത്മാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിനമാണ് ഇത്. അതാണ് ആനീധേ ഞായർ. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് മരണം അവസാനമല്ല, മറിച്ച് നിത്യജീവിതത്തിലേക്കുള്ള യാത്രയാണിതെന്ന് പ്രഖ്യാപിക്കുന്ന ദിനമാണ് ആനീധേ ഞായർ. ആനീധേ ഞായറിൻ്റെ അർത്ഥം, അതിൻ്റെ ബൈബിൾ പശ്ചാത്തലം, മരിച്ചവർക്കായി പ്രാർത്ഥിക്കണമോ എന്ന സംശയത്തിന് സഭയുടെ മറുപടി, ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് നൽകുന്ന ആത്മീയ പ്രചോദനം. ഈ 4 വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ക്രൈസ്തവ സഭാ പാരമ്പര്യമനുസരിച്ച് സഭ ഇന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. നീ മരണം എന്നതിനെ എങ്ങനെ കാണുന്നു? ഒരവസാനമെന്നോ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്കുള്ള ഒരു യാത്രയെന്നോ? ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം ആനീധേ ഞായർ, അതിൻ്റെ അർത്ഥവും അതിൻ്റെ പശ്ചാത്തലവും. ആനീധേ എന്നത് സുറിയാനി ഭാഷയിൽ നിന്നുള്ള ഒരു പദപ്രയോഗമാണ്. ആനീധേ എന്നതിൻ്റെ അർത്ഥം സ്മരണ, ഓർമ്മ എന്നതാണ്. ആനീധേ ഞായർ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും സഭ ഓർക്കുന്ന ഒരു ദിനമാണ് ആനീധേ ഞായർ. വിശുദ്ധ ബൈബിൾ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മരിച്ചു പോയവർക്കായി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധവും ശ്രേഷ്ഠവുമായ ഒരു പ്രവൃത്തി എന്നാണ്. ഇതാണ് ആനീധേ ഞായറിൻ്റെ ആത്മാവ്. സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ്. രണ്ടാമതായി, മരണം അവസാനമല്ല, അത് ഒരു യാത്രയാണ്. ലോകം നമ്മോട് പറയുന്നു മരണമെന്നത് എല്ലാം അവസാനിപ്പിക്കുന്നു എന്നതാണ്. എന്നാൽ ക്രിസ്തു പറയുന്നു, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ഞാൻ തന്നെ പുനരുത്ഥാനവും
ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ടാണ് സഭ മരിച്ചു എന്ന് പറയാതെ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയുന്നത്. നാം ഇന്നീ കാണുന്ന സെമിട്രി അല്ലെങ്കിൽ ശ്മശാനം അത് അവസാനമല്ല, അത് ഉയർപ്പിന്റെ പ്രതീക്ഷയുള്ള സ്ഥലമാണ്. ആമേൻ. മൂന്നാമതായി, മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമോ? ഇത് പലരുടെയും സംശയമാണ്. മരിച്ചു പോയവർക്കായി നാം പ്രാർത്ഥിച്ചാൽ എന്തു പ്രയോജനമെന്നത്. സഭയുടെ മറുപടി ഇവിടെ വളരെ വ്യക്തമാണ്. അതെ, നാം പ്രാർത്ഥിക്കണം. 2 തിമോത്തിയോസ് 1-ാം 16-18 വാക്യത്തിൽ പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ മരിച്ച ഒനേസിഫോറോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായി ഓനേസിഫോറോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫേസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ എന്നാണ് ആ തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ആരെങ്കിലും മനുഷ്യപുത്രനു നേരെ ഒരു വാക്കു പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല എന്നാണ്. ഇവയെല്ലാം ചേർത്ത് സഭ പഠിപ്പിക്കുന്നത് ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷമ ലഭിക്കാം എന്നാണ്. ആയതിനാൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് സ്നേഹത്തിൻ്റെ തുടർച്ചയാണ്. നമ്മുടെ പ്രാർത്ഥന ആത്മാക്കൾക്ക് ആശ്വാസമാണ്. നമ്മുടെ കുർബാന, നമ്മുടെ സ്മരണം ഇവയൊന്നും വ്യർത്ഥമല്ല. പ്രിയ ദൈവമക്കളെ, ഓർത്തുകൊള്ളുക, ഇവയൊന്നും വ്യർത്ഥമല്ല. 4-ാമതായി, ആനീധേ ഞയർ ജീവിച്ചിരിക്കുന്ന നമ്മോടുള്ള ഒരു വിളിയാണ്. പ്രിയ ദൈവമക്കളെ, നാം മരിച്ചവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, ഒരു മെഴുതിരി തെളിയിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നുള്ള സമയം വിലപ്പെട്ടതാണ്. ഇന്നുള്ള ബന്ധങ്ങൾ നിത്യമായിരിക്കില്ല. അതുകൊണ്ട് സ്നേഹിക്കാൻ ഉള്ളപ്പോൾ സ്നേഹിക്കുക, ക്ഷമിക്കാനുള്ളപ്പോൾ ക്ഷമിക്കുക, പ്രാർത്ഥിക്കാൻ ഉള്ളപ്പോൾ പ്രാർത്ഥിക്കുക. കാരണം ഒരു ദിവസം നമ്മളെയും ആ ദിനത്തിൽ ആരെങ്കിലുമൊക്കെ ഓർക്കും. നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, തണലായി കൂടെ നടന്നവർ, നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുമക്കൾ ആരെങ്കിലും സ്നേഹത്തോടെ ഒരു മെഴുതിരി തെളിയിച്ചു എന്ന് വരാം, പ്രാർത്ഥിച്ചു എന്ന് വരാം. 5-ാമതായി, പ്രത്യാശയുടെ പ്രഖ്യാപനം.
സഭ നമ്മെ ഭീതിയിലേക്കല്ല നയിക്കുന്നത്. സഭ നമ്മെ ഒരു വലിയ പ്രത്യാശയിലേക്കാണ് നയിക്കുന്നത്. മരണം പോലും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയില്ല. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 38-39 വാക്യത്തിൽ നാം കാണുന്നത്. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആമേൻ. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഇതാണ് ആനീധേ യയറിന്റെ സന്ദേശം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവ്, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാ ആത്മാക്കളെയും ഞങ്ങളിപ്പോൾ നിന്റെ കരുണയ്ക്കായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാനുഷിക ബലഹീനതകൾ അവിടുന്ന് ക്ഷമിക്കണം. നിത്യവിശ്രമം അവർക്ക് നൽകണം. നിത്യപ്രകാശം അവരിൽ പ്രകാശിക്കും. ഞങ്ങളെയും ഈ ജീവിതം വിശുദ്ധമായി പൂർത്തിയാക്കി നിന്റെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാളെ വരുവാനിരിക്കുന്ന ആദീനെ ഞായർ നമ്മെ ദുഃഖത്തിലേക്കല്ല പ്രത്യാശയിലേക്കാണ് നയിക്കുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഈ പ്രത്യാശയുടെ വചനം മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.